ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുതിയ സൈനിധി. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ. നമ്മളിപ്പോൾ ഇപ്രാവശ്യം പുതിയൊരു എപ്പിസോഡുമായിട്ടാണ്. അതായത് ഇപ്പോൾ ഈ ഇലക്ട്രിക് കാറുകളുടെ ഒരു പ്രസരം വന്നുകൊണ്ടിരിക്കുകയല്ലോ. ഇലക്ട്രിക് കാറുകൾ നമുക്ക് EV നിരത്തുകളിൽ പുതിയ ചരിത്രം കുറിക്കാൻ വേണ്ടിയുള്ള തിരക്ക് കൂട്ടലുകളാണ്. എല്ലാ കമ്പനികളും മത്സരിച്ചുകൊണ്ട് വരികയാണ്. എന്താണ് പുതിയ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. വില കുറയാൻ EV, നിരത്തുകളിലേക്ക് ടെസ്ലയും പുതിയ നയം വ്യക്തമാക്കൽ. ഇങ്ങനെ അപ്രതീക്ഷിത നീക്കത്തിൽ വൈദ്യുത വാഹനം നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ EVകളുടെ ഇറക്കുമതി തീരുവ 5 വർഷത്തേക്ക് 15% കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ആകർഷണീയമായിട്ടുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ EVകളുടെ ആളുകൾക്ക് വാങ്ങാനുള്ള ഇൻട്രസ്റ്റ് സ്വാഭാവികമായിട്ടും വർദ്ധിക്കുമല്ലോ. നിലവിലെ 70% മുതൽ 110% നിന്നാണ് ഈ വെട്ടിക്കുറയ്ക്കൽ എന്ന് ഓർക്കണം. ചില സുപ്രധാന വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചാണ് നയം പ്രഖ്യാപിച്ചിരിക്കുന്നതും ശ്രദ്ധേയമാണ്. പ്രതിവർഷം 8000 കാറുകളുടെ ഇറക്കുമതിക്ക് മാത്രമാണ് കുറഞ്ഞ താരിഫ് ബാധകം. 3 വർഷത്തിനുള്ളിൽ രാജ്യത്ത് ഫാക്ടറി സ്ഥാപിക്കാൻ 4150 കോടി രൂപ കമ്പനികൾ മുടക്കുകയും വേണം. 3 വർഷം കൊണ്ട് 30%, 5 വർഷം കൊണ്ട് 50% ഘടകങ്ങൾ ഇന്ത്യ നിർമ്മിക്കണമെന്നും EV നയത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നേട്ടം ചൈനീസ് കമ്പനികൾക്കാണോ എന്നാണ് അതിൻ്റെ അടുത്ത നമ്മൾ അന്വേഷിക്കുന്നത്. 2023 BYD ആയിരുന്നു താരം. EVകളുടെ തലതൊട്ടപ്പനായ ടെസ്ലയെ പിന്നിലാക്കിയായിരുന്നു ഈ മുന്നേറ്റം. BYDയുടെ നേതൃത്വത്തിൽ ചൈനീസ് കമ്പനികൾ ഇന്ത്യയെ നോട്ടമിട്ട് കഴിഞ്ഞു. ഓട്ടോമൊബൈൽ മേഖലയിലെ വിദേശ നിക്ഷേപത്തിന് ഇന്ത്യയുടെ നിയന്ത്രണമൊന്നുമില്ലെങ്കിലും ചൈനയിൽ നിന്നുള്ള ഏതൊരു നിക്ഷേപത്തിനും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുമതി ആവശ്യമാണ്. അതിപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ചൈനയുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ് ചൈനയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം തന്നെയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇത് ജനങ്ങളെ ബാധിക്കരുത്. വാഹനങ്ങളാണെങ്കിലും ക്രയവിക്രയങ്ങളാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ കമ്പനികളൊക്കെ ടാറ്റയുടെ ഒക്കെ പല ലാൻഡ് റോവർ ഇങ്ങനെ പല കമ്പനികളും ജാഗ്വർ ഇതൊക്കെ ചൈനയിൽ വിറ്റു പോകുന്നുണ്ട്. അവിടെ പ്ലാന്റുകളുണ്ട്. അത് വിൽപ്പന നടക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ അതിനൊക്കെ പല തടസ്സങ്ങളും വരും, കയറ്റിറക്കുമതികൾ. അപ്പോൾ അത് വിട്ടുവീഴ്ചാപരമായ മനോഭാവമാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് വേണ്ടത്. അത് അവരുടെ ചില നേതാക്കന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അത് അങ്ങനെ തടസ്സം ചെയ്യുന്നത് ശരിയാണോയെന്ന് വെച്ചാൽ അല്ല. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമൊബൈൽ മേഖലയിൽ വിദേശ നിക്ഷേപത്തിന് പ്രത്യേക നിയന്ത്രണമൊന്നുമില്ലെങ്കിലും ചൈനയിൽ നിന്നുള്ള മറ്റൊരു നിക്ഷേപത്തിനും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുമതി ആവശ്യമാണ്. അവിടെയാണ് വിഷയം. അതുകൊണ്ട് തന്നെ ചൈനീസ് കമ്പനികൾക്ക് പുതിയ നയത്തിൻ്റെ പ്രയോജനം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ പല മൊബൈൽ കമ്പനികളിലൊക്കെ അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് ഹുവാവേ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് അത് വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ശരിയായൊരു മെത്തേഡല്ല അത്. എനിവേ, അത് കൂടുതൽ വിദഗ്ധന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് ടെസ്ലയ്ക്ക് നേട്ടമുണ്ടാകുമോ എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഉയർന്ന ഇറക്കുമതി തീരുവ കുറക്കണമെന്ന് ടെസ്ലയുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. ഇതിന് അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഇലോൺ മസ്ക് തയ്യാറാണെങ്കിൽ അതിന് അനുമതി നൽകാൻ സർക്കാരും ഒരുക്കമാണ്. പുതിയ നയം വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. ഇരുവിഭാഗത്തെയും തൃപ്തിപ്പെടുത്തുന്നതാണ് പുതിയ നയം. കാരണം അത് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുതിയ നയത്തിലൂടെ കൊണ്ടുവരല്ലാതെ ഇതിന് ഒരു പുരോഗതി ഉണ്ടാവില്ല. അത് പഴയ പോലെ പശു തൊഴുത്തിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. അപ്പോൾ പുതിയ നയങ്ങൾ അതിനൂടെ കൂടി അനുകൂലമായിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലുള്ള ടെസ്ലയുടെ വാഹനനിര കണക്കിലെടുക്കുമ്പോൾ ഫാക്ടറി നിർമ്മിച്ച് വൻതോതിൽ വിൽപ്പന ലക്ഷ്യമിടുമോ എന്ന് സംശയമാണ്. അതേസമയം ഇന്ത്യയെ പോലുള്ള വിപണികൾ ലക്ഷ്യമിട്ട് വില കുറച്ച് കാറ് പുറത്തേക്കാനാണ് അവരുടെ നീക്കം. ഇവിടെ തന്നെ വികസിപ്പിച്ച് ഇന്ത്യയെ ഉൽപാദന കേന്ദ്രമാക്കാനും ടെസ്ല തയ്യാറാക്കുക. അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്താണ് പുതിയ നയമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും വണ്ടിയുടെ ഗുണമേന്മയിലൊക്കെ ഇത്തിരി കുറവുണ്ടാവും. അത് സ്വാഭാവികമാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇറക്കുന്ന അതേ ഒരു ക്വാളിറ്റി നമ്മുടെ ഇന്ത്യയിൽ ഇറക്കുമ്പോൾ വില കുറച്ച് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. പക്ഷെ അത് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളായിരിക്കും. മറ്റ് കമ്പനികളുടെ കാര്യമാണ് ഇനി അടുത്ത നമ്മൾ നോക്കുന്നത്. മെഴ്സിഡസ് ബെൻസ്, BMW, Audi എന്നിവയ്ക്ക് പുതിയ നയം ഗുണകരമാകുമോ എന്ന് സംശയമാണ്. കാരണം നിലവിലുള്ള നിക്ഷേപങ്ങളെ കണക്കിലെടുക്കുന്നില്ല എന്നത് തന്നെ. ആഡംബര കാർ സെഗ്മെൻറ്റിൽ 2023 EVയുടെ വിഹിതം 6%. ടെസ്ലയ്ക്ക് അതിവേഗം EV മേഖല പിടിച്ചെടുക്കാനും വൻകിടക്കാരെ പിന്നിലാക്കാനും കഴിഞ്ഞേക്കും. വില കുറഞ്ഞ കാറ് നിർമ്മിക്കാൻ ബെൻസിനോ BMWക്കോ ഓഡിക്കോ പദ്ധതികളില്ലെന്ന് ടെസ്ലയ്ക്ക് ഗുണകരമാവുകയും ചെയ്യും. ഘടക മേഖലയ്ക്ക് അനുകൂലമാകുമോ? ഇന്ത്യയിൽ നിർമ്മിക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രാദേശികമായി ഫാക്ടറി നിർമ്മിക്കാൻ നയം നിർബന്ധിക്കുന്നു.
അതാണ് മറ്റൊരു കാര്യം. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ലക്ഷ്യത്തോടെ ഫാക്ടറി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർബന്ധം ഈ നയത്തിൽ ഉണ്ട്, ഗവൺമെൻറ് ഭാഗത്തുണ്ട്. പ്രതിവർഷം 8000 യൂണിറ്റ് ഇറക്കുമതി ചെയ്യാൻ വലിയ നിക്ഷേപം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ 3 വർഷത്തിനു ശേഷം കൂടുതൽ കാറുകൾ പ്രാദേശികമായി നിർമ്മിക്കാൻ സാധ്യതയുണ്ട്. ടെസ്ലയോ മറ്റു കമ്പനികളോ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുമ്പോൾ പ്രാദേശിക ഘടക വ്യവസായത്തെ ആശ്രയിക്കാതെ തരമില്ല. അതുകൊണ്ട് തന്നെ അനുബന്ധ വ്യവസായ മേഖലയ്ക്ക് ഗുണകരമാകും. അവരുടെ ഗവേഷണ വികസന മുന്നേറ്റത്തിന് കയറ്റുമതിക്കുമുള്ള സാധ്യതകൾ തുറന്നു നൽകുകയും ചെയ്യും. അത് ഉദാഹരണത്തിന് ബ്രേക്ക് പാഡുകൾ നിർമ്മിക്കുന്നത്, അതുപോലെ ഷോക്ക് അബ്സോർബർ. ഇന്ത്യയിലെ തന്നെ ഗബ്രിയേൽ എന്ന് പറയുന്ന വലിയൊരു ഷോക്ക് അബ്സോർബർ കമ്പനിയാണ്. അതുപോലെ ബ്രേക്കൊക്കെ നിർമ്മിക്കുന്ന കുറേ കമ്പനികളുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ അനുബന്ധ ഭാഗങ്ങൾ നിർമ്മിക്കുന്ന കുറേ കമ്പനികളുണ്ട്. അവർക്കൊക്കെ അവരുടെ ബിസിനസ് വളരുകയും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരമൊക്കെ ഉണ്ടാവാൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണത്. ഏതൊക്കെയാണ് കമ്പനികൾ? ഇലോൺ മസ്കിൻ്റെ ടെസ്ലയെ കൂടാതെ വിയറ്റ്നാമിൽ നിന്നുള്ള വിൻഫാസ്റ്റ്, അമേരിക്കൻ സ്റ്റാർട്ടപ്പായ ഫിസ്കർ എന്നിവയോടൊപ്പം യൂറോപ്പ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കമ്പനികളുമായി ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. തമിഴ്നാട്ടിൽ ഫാക്ടറി നിർമ്മിക്കുന്നതിനായി 4000 കോടി രൂപയുടെ പദ്ധതി വിൻഫാസ്റ്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ രജിസ്റ്റർ ചെയ്ത US-ൽ നിന്നുള്ള ഫിസ്കർ SUV-യുടെ പരീക്ഷണമായി മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതെല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ, അതുപോലെ തന്നെ വടക്കൻ സംസ്ഥാനങ്ങൾ ഒക്കെയാണ് പലതും പോകുന്നത്. പിന്നീട് ദക്ഷിണ ഇന്ത്യയിൽ പറയുകയാണെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലാണ് കാര്യമായിട്ട് ഉള്ളത്. പിന്നെ അല്ലെങ്കിൽ തെലങ്കാന അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ. കേരളം എപ്പോഴും കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ആരെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ, ഇതിലും പാവപ്പെട്ട ഗൾഫിൽ നിന്ന് പോയി ഒരു ബിസിനസ് തുടങ്ങിയ ഇവരൊക്കെ പറയും വലിയ ബിസിനസ് സൗഹൃദമാണ്, അല്ലെങ്കിൽ വലിയ എന്താ പറയുക, ഇൻഡസ്ട്രിക്ക് വളരെ സൗഹൃദമായിട്ടാണ് പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെന്ന് വെച്ചാൽ, ഏതൊരു പാവപ്പെട്ട എന്തെങ്കിലും ഇൻഡസ്ട്രിക്ക് ഒരു സംവിധാനം തുടങ്ങി കുറച്ച് സ്ഥലം അക്വയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൊടി നാട്ടുന്ന അവസ്ഥ എപ്പോഴുണ്ട്. അത് തീർച്ചയായിട്ടും മാറണം. അത് മാറത്തിടത്തോളം കാലം നമ്മുടെ കേരളം വീണ്ടും പിന്നിലോട്ട് പോകും. ഒക്കെയാണ് ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇത്രയും ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ സാമ്പത്തിക സാക്ഷരത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇൻബോക്സിൽ എഴുതുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയണം. അഭിപ്രായങ്ങൾ നമുക്ക് കൂടുതൽ അത് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തേണ്ടെങ്കിൽ അത് ചെയ്യാനും കൂടി കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ നിങ്ങളോടൊപ്പം പുണ്യകുള സൈനിങ് ഓഫ്. നന്ദി. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം.